ഹലോ, പ്ലീസ് ഫീൽ അറ്റ് കേസ് മിസ്റ്റർ ലിങ് എന്ന് പറയുന്ന ചൈനീസ് ഡ്രാമയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ആദ്യം തന്നെ പോസ്റ്റ് ചെയ്തതാണ്. കാണാത്തവർ ഒന്ന് പോയി കാണണേ. അപ്പോൾ നമുക്ക് ബാക്കി കഥ എന്തായെന്ന് നോക്കാം. പിന്നീട് നമ്മൾ കാണുന്നത് ലിന്നിൻ്റെ ഓഫീസിലാണ്. അവൻ്റെ ഓഫീസിലാണെങ്കിലോ അവൻ മരിച്ചു എന്ന കണക്കിനാണ് സംസാരം നടക്കുന്നത്. പിന്നീട് അതൊരു ന്യൂസായി മാറുന്നുണ്ട്. അവൻ മരിച്ചു എന്ന ന്യൂസ് കണ്ട് അവൻ്റെ തന്നെ കിളി ആകെ പോയിരിക്കുകയാണ്. അങ്ങനെ ആൻ വരുന്ന വഴിയിൽ ഒരു പെറ്റിനെ കാണുവാനില്ലെന്ന് പറഞ്ഞുള്ള ഒരു നോട്ടീസ് കാണുന്നുണ്ട്. ഇത് കണ്ട ആനിന് എന്തോ ഒരു ഐഡിയ തോന്നി ലിന്നിൻ്റെ അടുത്തേക്ക് പോയി അവനെ നിർത്താതെ ഫോട്ടോ എടുക്കുകയാണവൾ. ഇതിൽ ദേഷ്യം വന്ന ലിൻ അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു ഫോൺ വാങ്ങിക്കുന്നുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് അത് തിരിച്ചു വാങ്ങിക്കാൻ നോക്കെ രണ്ടുപേരും വളരെ ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും ആകെ ഒരുമാതിരി ആവുന്നുണ്ട്. അടുത്തതായി നമ്മൾ കാണുന്നത് ആൻ ഡെലിവറി ചെയ്യുവാൻ പോകുന്ന വഴിയിൽ അവളുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് പെൺകുട്ടികളെ കാണുന്നുണ്ട്. ആൻ ഒരു ഡെലിവറി ഗേൾ ആയിക്കൊണ്ട് വർക്ക് ചെയ്യുന്നതിനാൽ തന്നെ അവളെ ആകെ ഇൻസൾട്ട് ചെയ്യുന്ന കണക്കിനാണ് അവർ സംസാരിക്കുന്നത്. ദേഷ്യം വന്ന ആൻ ആണെങ്കിലോ അവരുടെ കൂട്ടത്തിലുള്ള ഒരു പെണ്ണിൻ്റെ മേലിലേക്ക് ജ്യൂസ് എടുത്തൊഴിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ അപ്പുറത്താണെങ്കിൽ ലിൻ അടുത്ത പണിയും ഒപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് ടാപ്പ് പൊട്ടുന്നുണ്ട്. അതൊരു തുണി വെച്ച് കെട്ടി അവൻ പോയി ഉറങ്ങുന്നുണ്ട്. അവൻ ഉറങ്ങുന്ന ഈ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു ടാപ്പിലെ വെള്ളം ലീക്കായി ആ ഒരു റൂം മുഴുവൻ വെള്ളത്തിലാവുകയാണ്. ഇതൊന്നും അറിയാതെ ലിൻ എന്തോ അവൻ്റെ ചെറുപ്പത്തിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് സ്വപ്നത്തിൽ കണ്ട് നെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ റൂമിൽ മുഴുവൻ വെള്ളം കൊണ്ട് ആകെ നിറഞ്ഞത് കണ്ട് അവൻ ആകെ പേടിക്കുന്നുണ്ട്. ഈ സമയം ആൻ വന്ന് റൂം നോക്കുമ്പോൾ അവിടെ മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയതിനാൽ തന്നെ അവൾ അവനെ വഴക്ക് പറയുകയാണ്. അവൻ്റെ നൃത്തത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ആൻ അവൻക്കൊരു മ്യൂസിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നീ പേടിക്കേണ്ടതില്ല, ഇതെല്ലാം ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്നവൾ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവൾ ആ ഒരു റൂം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ ലിന്നിന് അവളോട് എന്തോ ഒരു അട്രാക്ഷൻ തോന്നി അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അടുത്ത ദിവസം ലിന്നിൻ്റെ കാലിലെ കെട്ടഴിക്കുവാൻ വേണ്ടി അവനും ആനും പോയിരിക്കുകയാണ്. ഡോക്ടറിനോട് ലിന്നിനെ കുറിച്ച് ആൻ ഓരോന്നിങ്ങനെ ചോദിച്ചിരിക്കെ തന്നെ ഇത് കാണുന്ന ലിന്നിനാണെങ്കിലോ ഒരു സമാധാനവുമില്ല. അവൻ അവിടെ ഇരിക്കുന്ന നഴ്സിനോട് ഡോക്ടർ മാരീഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് അവർ മറുപടി നൽകുന്നുണ്ട്. ഇതേ സമയം അവൻ ചോദിച്ച ചോദ്യം നഴ്സ് അവനോട് തിരിച്ചു ചോദിക്കുമ്പോൾ അവൻ ഒട്ടും ചിന്തിക്കാതെ തന്നെ വേഗം ആനിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ മുറിവെല്ലാം കെട്ടി വരുന്ന വഴിയിൽ അവളുടെ കയ്യിൽ മുറിവ് പറ്റിയതിനാൽ തന്നെ ലിൻ അവളെ കെയർ ചെയ്യുന്നത് കണ്ടിട്ട് ആൻ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഇവർ ഇപ്പടുത്ത് തന്നെ സെറ്റാവുമെന്നാണ് എനിക്ക് തോന്നുന്നേ. അങ്ങനെ റൂമിലെത്തിയ ലിന്നാണെങ്കിലോ കുളിക്കുവാൻ വേണ്ടി അവളോട് സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ എങ്ങാനും എൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയി വന്നാലോ എന്ന് പേടിച്ച് അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ ക്യാഷ് തരാം എന്നവൻ പറയുന്നത് കേട്ട് പോയ അതേ സ്പീഡിൽ തന്നെ വരുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവനെ അവൾ ബാത്റൂമിൽ എത്തിക്കുന്നുണ്ട്. അതിനിടയിൽ അവൻ ബോഡി ലോഷൻ എടുത്തു കൊടുക്കെ അവൻ്റെ ചെസ്റ്റിൽ അവളുടെ കൈ തട്ടുന്നുണ്ട്. അവൾക്ക് ആകെ ഒരുമാതിരിയായി അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ ഇരിക്കെ ലിന്നാണെങ്കിൽ ടവല് ചോദിച്ച് അവളെ വിളിച്ചതുകൊണ്ട് തന്നെ അവൻ അത് അവൾ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അവൻ അവളെ പിടിച്ച് എണീക്കാൻ നോക്കിയ അവൻ്റെ മടിയിലോട്ടായി അവൾ വീഴുന്നുണ്ട്. രണ്ടു പേർക്കും ആകെ ഒരുമാതിരി ആവുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ജോലിക്ക് പോയ ആൻ ഒരു കാറിൽ വന്നിറങ്ങുന്നതാണ്. കൂടെ അവൾ ജോലി ചെയ്തിടത്തു നിന്ന് പരിചയപ്പെട്ട ആളാണ്. അയാൾ ആനിനെ പോവാൻ സമ്മതിക്കാതെ ഓരോന്ന് സംസാരിച്ചിരിക്കുകയാണ്. ഇവർ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് ലിന്നാണെങ്കിലോ ശ്രദ്ധിക്കുന്നുമുണ്ട്. അയാൾ ആനിനെ പ്രപ്പോസ് ചെയ്യുന്ന കണക്കിന് ഒരു ബൊക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലിന്നിനാണെങ്കിലോ അവർ സംസാരിച്ചിരിക്കുന്നതേ പറ്റുന്നില്ല. അതിനിടയിൽ ബൊക്കറ്റ് കൊടുക്കുന്നത് കണ്ട് അവൻ ആകെ ദേഷ്യം വന്നിരിക്കുകയാണ്. അയാളെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കുവാൻ വേണ്ടി തനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നവൾ അവനോട് പറഞ്ഞപ്പോൾ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് നിർത്താതെ ചോദിക്കുന്നതിനാൽ തന്നെ അവളുടേത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. എങ്കിൽ എനിക്കൊരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ ബൊക്കറ്റ് വെച്ച് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്തതായി നമ്മൾ കാണുന്നത് രാവിലെ എണീറ്റ ലിൻ കാണുന്നത് തന്നെ ആ ഒരു ബൊക്കറ്റാണ്. അവൻ അതൊരു ടവല് വെച്ച് മറക്കുന്നുണ്ട്. ഈ സമയം ആൻ എന്തോ ഒരെണ്ണം വാങ്ങിച്ചു കൊണ്ടുവരുന്നുണ്ട്. അവൾ അവനോട് സംസാരിച്ചിരിക്കാൻ നോക്കുമ്പോഴാണെങ്കിലോ അവൾ ഇന്നലെ അയാളുടെ കയ്യിൽ നിന്ന് ബൊക്കറ്റൊക്കെ വാങ്ങിച്ചില്ലേ, അതിൻ്റെ ദേഷ്യത്തിലാണ് ലിൻ. അപ്പോഴാണ് അവൾ കൊണ്ടുവന്ന സാധനം എന്തെന്ന് അവന് കാണിച്ചു കൊടുക്കുന്നത്. അത് അവൻക്കു വേണ്ടി അവൾ വാങ്ങിച്ച ഒരു വീൽ ചെയറാണ്. അത് കാണുമ്പോൾ അവൻ്റെ ദേഷ്യമെല്ലാം മാറി അവൻ ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അതിലിരിക്കുന്ന ലിന്നിന് ബെൽറ്റ് ഇട്ട് കൊടുക്കുവാൻ വേണ്ടി ആൻ വളരെ ക്ലോസ് ആയി വന്നപ്പോൾ അവൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്.
പിന്നെ നമ്മൾ കാണുന്നത് അവർ രണ്ടുപേരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ലിന്നിന് അവളോടൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയല്ലോ. അതിനാൽ തന്നെ അവൻ അവർക്ക് ഒന്നിച്ചു മൂവിക്ക് പോകണം എന്ന് കരുതി ടിക്കറ്റ് എടുത്തത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. കാര്യം മനസ്സിലാക്കാത്ത ആൻ ആണെങ്കിലോ ഇതെന്ത് ചെയ്യും, വിൽക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കേൾക്കുന്ന ലിൻ, അത് ഞാൻ നിനക്കു വേണ്ടി വാങ്ങിച്ചതാണ്, നാളെ നീ ഫ്രീ ആവണം എന്നവളോട് പറയുന്നുണ്ട്. ആൻ അവളുടെ വർക്കെല്ലാം നേരത്തെ തീർത്ത് പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ അവളുടെ ഫ്രണ്ട് അവൾക്ക് എക്സ്ട്രാ ജോലി കൊടുത്തിട്ട് പോകുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ നമ്മുടെ ലിൻ പോപ്കോണൊക്കെ വാങ്ങിച്ച് ആനിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അവൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ ജോലി ചെയ്തു തീർക്കാൻ നോക്കിയെങ്കിലും സമയം ഒത്തിരി വൈകിയിരുന്നു. അവൾ വേഗം വീട്ടിലോട്ട് പോയി അവനെ നോക്കിയിട്ടും അവനെ അവിടെ കാണാത്തതിനാൽ തന്നെ അവൾ വേഗം തിയേറ്ററിൽ പോയി നോക്കുന്നുണ്ട്. അവിടെ തനിയെ ഇരിക്കുകയാണ് ലിൻ. നീ മൂവി കണ്ടോ എന്ന് അവനോട് അവൾ ചോദിക്കുമ്പോൾ അതെ, ഞാൻ തനിച്ചു കണ്ടു എന്നവൻ മറുപടി പറയുന്നുണ്ട്. അവൻ്റെ മുഖത്തെ ആ ഒരു സങ്കടം മനസ്സിലാക്കിയ ആൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയിട്ട് വേറെ 2 ടിക്കറ്റ് എടുത്തിട്ടാണ് വരുന്നത്. അത് കണ്ട് ലിൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. അവൾ വരാൻ വൈകിയത് കൊണ്ട് എന്താ, അവർക്ക് 2 പേർക്കും തനിച്ചിരുന്ന് മൂവി കാണാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ വീട്ടിലെത്തിയ ലിൻ റൂമിലേക്ക് പോകുവാൻ നിൽക്കുന്ന ആനിനോട് എന്തോ പറയുവാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. അവൻ അതെന്താണെന്ന് അവളോട് പറയാതെ ഒന്നുമില്ല, നീ പോയി കിടന്നു എന്ന് പറഞ്ഞ് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അവൻ കിടക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഉറക്കമെണീറ്റ ആൻ ഹാളിൽ നോക്കുമ്പോൾ ലിന്നിനെ അവിടെ കാണുന്നില്ല. അവൾ അവിടെ മുഴുവൻ അവനെ നോക്കുന്നുണ്ടെങ്കിലും അവിടെ എങ്ങും തന്നെ അവനെ കാണുന്നില്ല. അവസാനം അവൾ ബാത്റൂമിൽ പോയി നോക്കുമ്പോഴാണ് അവരുടെ 2 പേരുടെയും ബ്രഷ് ഇരിക്കുന്നിടത്ത് ഇപ്പോൾ അവളുടേത് മാത്രമേ ഉള്ളൂ. ഇത് കാണുന്ന ആൻ അവൻ ഇന്നലെ എന്തോ പറയാൻ വന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവൾ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. അവൾക്ക് അവളുടെ ജോലിയിൽ ഒന്നും തന്നെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അവൻ എന്തെങ്കിലും മോശം അവസ്ഥയിലായിരിക്കുമോ എന്ന് കരുതി ആൻ അവനെ എല്ലായിടത്തും പോയി അന്വേഷിക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ ലിന്നിനെയാണ് കാണുന്നത്. അവൻ ഒരു ഓർഫണേജിൽ ഇരിക്കുകയാണ്. അവൻ്റെ കോളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അവന് ജീവനോടെ ഉണ്ടെന്ന കാര്യം അവൻ്റെ അസിസ്റ്റൻറ്റിന് അറിയാമെന്ന്. അവർ അവനെ ഫോളോ ചെയ്തു വന്നവർ ആരാണ്, അവരുടെ പിന്നിൽ നിന്ന് കളിക്കുന്നത് ആരാണെന്നിങ്ങനെയൊക്കെ അന്വേഷിക്കുകയാണ്. അങ്ങനെ ആൻ അവനെ അന്വേഷിച്ച് നടക്കുന്നത് അവൻ കാണുന്നുണ്ട്. അവൻ അവളുടെ പുറകെ തന്നെ പോവുകയാണ്. അവൾ അവനെ അന്വേഷിച്ച് ഒരു കാർണിവൽ നടക്കുന്നിടത്തേക്കാണ് എത്തുന്നത്. അവനെ ഒത്തിരി ആൻ വിളിക്കുന്നത് കേട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് അവൻ പറയുന്നു. അവൾ തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് അവളുടെ പിന്നിലായിട്ട് ലിൻ അവിടെ നിൽക്കുന്നത് അവൾ കാണുന്നത്. അവൾക്ക് സന്തോഷമായെങ്കിലും ആ സന്തോഷമൊന്നും അവൾ അവളുടെ മുഖത്ത് കാണിക്കുന്നില്ല. അവളെ അവൻ ഇട്ടു പോയതിനാൽ തന്നെ അവനോട് ദേഷ്യപ്പെടുന്നതിനിടെ ഒരു സൈക്കിൾ അവളെ ഇടിക്കുന്ന കണക്കിന് വരുമ്പോൾ ലിൻ അവളെ അവൻ്റെ അടുത്തേക്കായി പിടിക്കുന്നുണ്ട്. അവൾ അവനോട് ഓരോന്ന് പറഞ്ഞിരിക്കെ അവൻ്റെ കയ്യിലായിട്ട് ഡ്രിങ്ക് കാണുന്ന ആൻ ഞാൻ തന്ന ക്യാഷൊക്കെ എവിടെയെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ചിലവാക്കി എന്ന് ഒരു കൂസലുമില്ലാതെ അവൻ പറയുന്നുമുണ്ട്. ഇത് കേട്ട ആൻ ആണെങ്കിലോ ഞാൻ എന്താ നിൻ്റെ ATM മെഷീനാണോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അവൻ ഒന്നും മിണ്ടാതെ പതിയെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. വീട്ടിലെത്തിയ ആൻ ആണെങ്കിലോ ലിന്നിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൾ അവനെ പോയി നോക്കുമ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണ്. അവൾ അവന് പുതപ്പൊക്കെ പുതച്ചു കൊടുത്ത് കിച്ചണിൽ നിന്ന് ഒരു ഡ്രിങ്ക് എടുത്ത് തിരിഞ്ഞതും ദേ കിടക്കുന്നു. ഉറങ്ങിക്കിടന്ന ആൾ അവളുടെ മുൻപിൽ തന്നെ. അവൾ അവനെ കണ്ടൊന്ന് പേടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ആനിനെ അവളെ ആരോ ഫോളോ ചെയ്തു വരുന്ന പോലെ തോന്നുന്നുണ്ട്. അവൾ ആകെ പേടിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് ലിൻ വന്ന് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആനിന് ആരോ അവിടെ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. അവൾ അവിടെ പേടിച്ചു നിൽക്കുമ്പോഴാണ് കാണുന്നത് അവളെ അന്ന് പ്രപ്പോസ് ചെയ്തിരുന്നില്ലേ, അയാളാണത്. അവൾ അയാളെ റിജക്റ്റ് ചെയ്തതിനാൽ തന്നെ അയാൾ അവളെ ഉപദ്രവിക്കാൻ വരുമ്പോൾ അയാൾക്കിട്ടൊരു അടി കൊടുക്കുന്നുണ്ട് അവൾ ഓടിപ്പോയി ഒരു റൂമിനകത്തിരിക്കുന്നുണ്ട്. അവൾക്ക് ഇരുട്ടിനെ പേടിയാണെന്നറിയുന്ന അയാൾ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ആൻ ആകെ പേടിക്കുന്നുണ്ട്. ആൻ അവളുടെ ചെറുപ്പത്തിൽ അവളെ അമ്മയെ നഷ്ടമായ ഒരു ഇൻസിഡൻ്റ് എല്ലാം ഓർത്ത് ആകെ പേടിച്ച് തളർന്നിരിക്കുകയാണ്. ഈ സമയം അയാൾ ഡോറ് ചവിട്ടിപ്പൊളിച്ച് അകത്തോട്ട് വരുന്നുണ്ട്. ഈ സമയം ആനിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഒന്ന് എഴുന്നേറ്റ് ഓടുവാൻ പോലും അവൾക്ക് കഴിയില്ല. അയാൾ അവളുടെ നേർക്ക് എത്തിയതും കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ലിൻ അവിടെ എത്തി അയാളുടെ തലക്കടിച്ച് വീഴ്ത്തുന്നുണ്ട്. ഈ സമയം ആൻ അബോധാവസ്ഥയിലായിരുന്നു. ലിൻ അവളെ അവിടെ നിന്ന് എടുത്തുകൊണ്ടാണ് പോകുന്നത്.